الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകണേ പടച്ചവനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മഹത്തായ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് ഇത് നിത്യമായി നമ്മൾ ഓതി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്യുന്നതാണ് ഒരാൾ ഈ സൂറത്ത് നിത്യമായി ഓതിയാൽ അവന്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട് ഈ സൂറത്ത് ഓതുന്നയാളെ ശൈത്താൻ പിന്തുടരുകയില്ല ശൈത്താനെ ആട്ടിയോടിക്കാൻ പറ്റിയ ഒരു സൂറത്താണിത് അതുപോലെ തന്നെ നമ്മൾ ഭവനത്തിൽ നിന്നിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ടു പോയാൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടുന്നതാണ് അത്ര മഹത്തായ ഒരു സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല മുറാദുകളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ അല്ലാഹുവേ ഞങ്ങൾ ഹലാലായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചരിത്രമല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ് ഒരു വലിയ ധനികനായ ഒരു ഹാജിയാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് വസ്തുക്കൾ ഉണ്ടായിരുന്നു കുറെ മക്കളും ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ പാടത്ത് നിറയെ നെല്ലുകളും കൃഷികളും ഫ്രൂട്ട്സുകളും എല്ലാം ഉണ്ടായിരുന്നു ഇദ്ദേഹം വിളവെടുപ്പിന്റെ സമയമെത്തിയാൽ ചെണ്ട കൊട്ടി നാട് മുഴുവനും ആൾക്കാർ അറിയിക്കുമായിരുന്നു നാളെ എന്റെ വിളവെടുപ്പാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് അദ്ദേഹം നാട് മുഴുവനും ചെണ്ട കൊട്ടി അറിയിക്കുമായിരുന്നു അങ്ങനെ ആൾക്കാർക്ക് മുഴുവനും സന്തോഷമാണ് എല്ലാവരും പരസ്പരം അറിയുമായിരുന്നു നാളെ ഹാജിയാരുടെ കൃഷി വിളവെടുപ്പാണ് നാളെ ഹാജിയാരുടെ വിളവെടുപ്പിന്റെ ദിവസമാണ് അങ്ങനെ എല്ലാവരും അതറിയുകയും അവിടേക്ക് ജനങ്ങൾ എത്തുകയും ചെയ്യും ജനങ്ങൾക്കെല്ലാം അരിയും ഗോതമ്പും ഫ്രൂട്ടുമെല്ലാം ആ മഹാമനുഷ്യൻ ആ സഞ്ചി നിറച്ചു കൊടുക്കും എന്ന ഇത് മക്കൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ ഹാജിയാര് നൽകുന്നത് മക്കൾക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു മക്കൾ വിചാരിക്കും എന്തിനായി വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്തിനാണ് സാധുക്കൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ എന്തിനാണ് നമ്മളെ വാപ്പ ചെയ്യുന്നത് ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി വിറ്റാൽ ഈ ദാനധർമ്മമായി ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടുപോയി നമ്മളെ വാപ്പ വിറ്റിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരുപാട് കാശ് കിട്ടിയല്ലേ എന്ന് മക്കളിങ്ങനെ തമ്മിൽ പറയുമായിരുന്നു അവർ രഹസ്യം പറയുമായിരുന്നു പക്ഷേ വാപ്പയുടെ മുന്നിൽ കയറി ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം പിതാവ് മരിക്കുന്നത് വരെ നമുക്ക് ക്ഷമിക്കാം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് ഇത് കൊണ്ടങ്ങ് പോയി വിറ്റാൽ നമുക്ക് പൈസ കിട്ടുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളുടെ മേലെ കരുണ ചെയ്യുന്നതാണ് പ്രപഞ്ചസൃഷ്ടാവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകണമോ ദാനധർമ്മങ്ങളും സദഖകളും ഉള്ളൊരു ജീവിതമായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ വലിയ അനുഗ്രഹത്തിന്റെ ഉടമകളായാൽ ഒരു സന്തോഷകരമായ ജീവിതം ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ് എത്ര മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ അടിമപ്പെടുന്നത് അല്ലാഹുവേ ദാനധർമ്മം 70ഓളം വിപത്തുകളെ തട്ടി നീക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദാനധർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ പേടിക്കണ്ട ഒരു 100 രൂപ നിങ്ങൾ ദാനധർമ്മം ചെയ്താൽ എൻ്റെ അല്ലാഹു എനിക്ക് കൂലി തരുകയും ഇതിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്യുമെന്നൊരു വിശ്വാസം നമുക്ക് വേണം അങ്ങനെ ഹാജിയാര മക്കൾ
പടച്ചവനെ, എന്തിനാണ് നമ്മുടെ പിതാവ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നത്? ഇത് കൊണ്ടുപോയി നമുക്ക് വിറ്റുകൂടെ എന്നവർ സംസാരിക്കുകയാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ പിതാവ് അങ്ങ് മരിക്കുകയാണ്. ആ പിതാവ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ മരണം ആരുടെ കയ്യിലെത്തി? മക്കളുടെ കയ്യിലെത്തി. അങ്ങനെ മക്കൾ തീരുമാനിച്ചു, വിളവെടുപ്പിന്റെ സമയമായാൽ മക്കൾ പരസ്പരം തീരുമാനിച്ചു, ഈ വിഷയം ഈ നാട്ടിൽ ഒരാളെയും അറിയിച്ചുകൂടാ, ഒറ്റയാളെയും അറിയിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ അറിഞ്ഞു വന്നാൽ അദ്ദേഹത്തിന് നമുക്ക് കായികപരമായി അദ്ദേഹത്തിന് നമുക്ക് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിന് നമുക്ക് എതിരിടേണ്ടതുണ്ട്. ഈ ഒരു നടപ്പ് മോശമായ നടപ്പാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കുക. അതുകൊണ്ട് ആര് വന്നാലും നമുക്ക് എതിരിടേണ്ടതുണ്ട് എന്ന് മക്കൾ തീരുമാനിച്ചു. പക്ഷേ ആ കൂട്ടത്തിലെ ഒരു ഹാജിയുടെ മകൻ പറയുകയാണ്, സംഗതി നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിലും നമ്മുടെ പിതാവിന്റെ മാർഗം പിന്തുടരുന്നതാണ് നല്ലത്. അപ്പോൾ മക്കൾ പറഞ്ഞു, എന്നാ ഇയാളെ കായിക്കോ, നിന്റെ സ്വത്ത് വീതിച്ചിട്ട് നീ എടുത്തിട്ട് നീ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ആക്ഷേപിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ ഒറ്റയ്ക്കായപ്പോൾ അവരെ കൂടെ ചേർന്ന് എന്നുള്ളതാ. അങ്ങനെ വിളവെടുപ്പിന്റെ സമയം വരികയാണ്. വിളവെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ അവർ രാത്രി നേരത്തെ കിടന്നുറങ്ങുകയാണ്. അവർ പരസ്പരം പറയുന്നുണ്ട്, നാളെ ഈ നാട്ടിലുള്ള ഒരുത്തനും ഒന്നും കൊടുക്കരുത്. അങ്ങനെ അവരെല്ലാം സുഖത്തിൽ കിടന്നുറങ്ങി. രാവിലെ നമുക്ക് എഴുന്നേൽക്കണമെന്നുള്ള ചിന്തയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് വലിയൊരു അദാബ് ഇറങ്ങി വന്ന്, ഒരു നാശം ഇറങ്ങി വന്ന് ഇവരുടെ വൈരികളെല്ലാം നശിച്ചു പോവുകയാണ്. ഇവരെ പഴവർഗ്ഗങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ്. ആ സമയത്ത് ഇവരറിയുന്നില്ല. ഇവര് രാവിലെ എഴുന്നേൽക്കുകയാണ്. പരസ്പരം വിളവെടുക്കാൻ വേണ്ടി പാടത്തേക്ക് പോകാൻ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് അവർ പറയുകയാണ്. അവർ പാവപ്പെട്ട ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരുത്തൻ അവിടെ വരികയാണെങ്കിൽ നല്ല പണി കൊടുത്തവനെ പറഞ്ഞു വിടേണ്ടതുണ്ട് എന്നവർ പരസ്പരം പറഞ്ഞാക്ഷേപിച്ചുകൊണ്ട് അവർ ഉണരുകയാണ്. അങ്ങനെ അവരെല്ലാം ഉണർന്ന സന്തോഷത്തോടെ പാടത്തേക്ക് വിളവെടുക്കാൻ പോവുകയാണ്. പാടത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെയുള്ള മുഴുവൻ വസ്തുക്കളും കത്തിക്കരിഞ്ഞ് നാശമായി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർ പരസ്പരം സംസാരിക്കുകയാണ്, നമുക്ക് വഴിതെറ്റിയിട്ടുണ്ട് കേട്ടോ, ഇന്നലെ രാത്രിയും ഇവിടെ വന്ന് നമ്മൾ നോക്കിപ്പോയതാണ്, നമുക്ക് വഴിതെറ്റിയിരിക്കുകയാണ്, ഇതെല്ലാം നമ്മുടെ പാടം വേറെയാണെന്നുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. പക്ഷേ അവർക്ക് മനസ്സിലായി, നമുക്ക് വഴിതെറ്റിയിട്ടില്ല, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അല്ലാഹു നമ്മുടെ അനുഗ്രഹങ്ങൾ വലിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലിപ്പ് ദോഷമായതുകൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിച്ചതാണ്. നമ്മുടെ ഹൃദയം മോശമാണ്, നമ്മുടെ സ്വഭാവം മോശമാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിച്ചതാണ്. അപ്പോൾ കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ശരാശരി ബോധമുള്ള ആ മകൻ, അതേ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, നമ്മൾ പിതാവിന്റെ പാത തന്നെ പിന്തുടർന്ന് പോകണം, വാപ്പ കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കണം, അതിനേക്കാൾ അല്പം മുന്തി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ മനുഷ്യനെ, ആ ജ്യേഷ്ഠൻ അവരെല്ലാം കൂടെ ആക്ഷേപിച്ചു, അവരെല്ലാം കൂടെ കളിയാക്കി അദ്ദേഹത്തിനെ മാറ്റിയതായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അല്ലാഹുവിന്റെ പ്രകീർത്തനം സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ സ്വീകരിച്ചില്ല? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഈ തെറ്റിൽ നിന്ന് ഒഴിവാകേണ്ടതായിരുന്നു. പിതാവ് കാണിച്ചു തന്നിരുന്ന ആ മാതൃക നമ്മൾ പിൻപറ്റേണ്ടതായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇപ്പൊ എന്ത് സംഭവിച്ചു മനുഷ്യരെ? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മളെ പിതാവ് എത്രയോ പരിശുദ്ധനാണ്, എത്രയോ സാലിഹായ മനുഷ്യനാണ്, എത്രയോ നല്ല മനുഷ്യനാണ്. നമ്മളെ പിതാവ് എത്ര നല്ല വഴികളാണ് നമുക്ക് കാണിച്ചു തന്നത് എന്നാ മനുഷ്യര് പരസ്പരം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ ദാനധർമ്മങ്ങളും നമ്മളെ ഇബാദത്തും
ഇബാദത്തുകളും നമ്മളുടെ പുണ്യകർമ്മങ്ങളുമാണ്. അല്ലാഹുവേ, ഞങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ സാധുക്കളും അനാഥകളും പാവപ്പെട്ടവരെയും എല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളെ മക്കളെ അനാഥകളാക്കല്ലേ റഹ്മാനെ. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. നമ്മൾ ചെയ്ത് തെറ്റായി പോയി, അവർ പരസ്പരം പറയുകയാണ് നമ്മൾ ചെയ്ത് തെറ്റായി പോയി, പാവങ്ങളുടെ അവകാശം നമ്മൾ നിഷേധിക്കാൻ പാടില്ലായിരുന്നു, പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് അവർ അവസാനം പറഞ്ഞു, ഇല്ല, നമ്മളെല്ലാവരും കൂടി തന്നെയാണ് അതിക്രമം കാണിച്ചത്, നാം കാട്ടിക്കൂട്ടിയത് കാരണം അല്ലാഹുവിന്റെ അദാബ് നമുക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തെറ്റുകൾ തിരുത്തപ്പെടണം. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് സാധുക്കളും പാവപ്പെട്ടവർക്കെല്ലാം നമുക്ക് എന്ത് വേണം? അടുത്ത വർഷം ദാനധർമ്മങ്ങൾ ചെയ്യണം, കൂടുതൽ വിത്തുകൾ നമുക്ക് ഇറക്കണം, കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യണം. അവർ പരസ്പരം പറയുകയുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ ലോകത്ത് വെച്ച്, ഈ ഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചാൽ പരലോകത്ത് അവസ്ഥ എന്തായിരിക്കും? റഹ്മാനായ റബ്ബ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ചെയ്യുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മഹത്തായ സൂറത്തിനെ കുറിച്ചാണ്. ഓരോ സൂറത്തിലും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഈ സൂറത്ത് ഓതിയാൽ ഉടനെ ഫലം കാണുന്നതാണ്, ഉടൻ തന്നെ ഫലം കാണും. അത് ഏത് സൂറത്താണെന്ന് വെച്ചാൽ സൂറത്തുൽ ഖദറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ സൂറത്താണ് വലിയ മഹത്വമുള്ളതാണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ അല്ലാഹു കൊടുക്കുന്ന മഹത്വം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഈ സൂറത്ത് പരിഹാരമാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നു, ശൈത്താനെ ആട്ടി ഓടിക്കാൻ പറ്റിയ ഒരു സൂറത്താണിത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിയാൽ ശൈത്താൻ നിങ്ങളെ പിന്തുടരുന്നതല്ല. ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ആ വ്യക്തിക്കും ആ ഖബറാളികൾക്കും അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. ആ ഖബറാളി അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കിക്കളയുന്നതാണ്. ഈ സൂറത്ത് വുളൂഇന് ശേഷം, വുളൂ എടുത്തതിന് ശേഷം 3 പ്രാവശ്യം ഓതിയാൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ഈ സൂറത്ത് കിടക്കാൻ പോകുമ്പോൾ 11 പ്രാവശ്യം ഓതിയാൽ, കിടക്കാൻ നേരത്ത് 11 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു അവനിലേക്ക് കാവലായി അവന് ചുറ്റും മലക്കുകൾ അല്ലാഹു ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ മാലാഖമാരെ അവന് നൽകുന്നതാണ്. അവന് കാവലായി 11 പ്രാവശ്യം കിടക്കാൻ നേരത്ത് ഓതിയാൽ, അതുപോലെ തന്നെ നിത്യമായി ഈ സൂറത്ത് ഓതിയാൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ശരീരത്തിന് ശക്തിയും ബലവും ഉണ്ടാകുന്നതാണ്, ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം 1000 തവണ ഈ സൂറത്ത് ഓതിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ടു പോയാൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, മനുഷ്യരെ വലിയ മഹത്വമുണ്ട്. അത് മഹത്തുക്കളായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ഓതിയാൽ വലിയ വിജയങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നീ 2 ലോകത്തും വിജയം കൈവരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയോ പേര് കടം കൊണ്ട് വലയുന്നവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ പല മേഖലകളിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം
പാരായണം ചെയ്ത് പതിവാക്കൂ. അല്ലാഹു വലിയ ഖൈറുകൾ ഉടമയാക്കുന്നതാണ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം നീ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.